കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് രാത്രി അയാൾ മദ്യപിച്ച് മുറിയിലേക്ക് കടന്നു വന്നു. അവൾക്ക് ദേഷ്യം വന്നു, അവൾ പൊട്ടിത്തെറിച്ചു. എടാ, നീ എനിക്ക് വാക്ക് തന്നതാ, കല്യാണം കഴിയുന്നതോടുകൂടി നിർത്തുന്നു. എടി, ഇന്നൊരു ദിവസല്ലേ, ഫ്രണ്ട്സല്ലുള്ളതല്ലേ, നമ്മൾ ജീവിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ, ഇനി എത്ര നാളുണ്ട്, ഞാനിനി കഴിക്കില്ല, അതാ നിന്നാണ് സത്യം, ഞാൻ കഴിക്കൂല, നിനക്ക് വാക്ക് തന്നിരിക്കുന്നു. പക്ഷെ ആ വാക്ക് പലപ്പോഴും പഴം വാക്കായി മാറും. പിന്നീട് പല പല സന്ദർഭങ്ങളിൽ, പല പല ആഘോഷത്തിന്റെ പേരിൽ, കൂട്ടുകാരുടെ ട്രീറ്റിന്റെ പേരിലൊക്കെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പതിയെ പതിയെ അയാൾ ഒരു മദ്യപാനിയാണെന്ന് അവൾ തിരിച്ചറിയാൻ. ഇവിടെ പ്രണയിക്കുന്ന കാലത്ത് മദ്യപിക്കുന്ന ഒരാളെ കാണുമ്പോൾ ചിലപ്പോ ഈ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണെങ്കിലും അവരത്ര കാര്യാക്കില്ല. ആണുങ്ങൾ വാക്ക് കൊടുക്കും, ഇനി ഇല്ല, മദ്യപിക്കില്ല, കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവില്ല, അതൊക്കെ പാവം പെൺകുട്ടികൾ വിശ്വസിക്കും. പക്ഷെ ഒരു മദ്യാസക്തനാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അത് തുടരുക തന്നെ ചെയ്യും. അത് കല്യാണം കഴിയുന്നതിന് മുമ്പേ ഇതിലൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജീവിതത്തിലേക്ക് കടന്നു പോവുകയും മറ്റ് പല ഘട്ടങ്ങളിലേക്കും കടന്നു പോകുമ്പം അത് കാമുകൻ ഭർത്താവാകുന്നു, മക്കളുടെ അച്ഛനാകുന്നു, ജീവിതമാകുന്നു. ആ ജീവിതത്തിൽ പതിയെ പതിയെ ഒരു മദ്യപാനിയെ വഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിപ്പെടുന്നു. നോക്കൂ, ഭർത്താവ് ഒരു മദ്യപാനിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാം മാറ്റിക്കോളണം. ചിലപ്പോൾ ട്രീറ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥകളെ മാറ്റാനോ കിണഞ്ഞ് ശ്രമിക്കുക തന്നെ വേണം. ആ ജീവിതം വല്ലാണ്ട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ ദുരന്തമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ.